തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെതിരെ വീണ്ടും വിമർശനവുമായി അണ്ണാമലൈ. ഭരണഘടനയുടെയും ഫെഡറൽ സംവിധാനത്തിന്റെയും സംരക്ഷകനായി വേഷമിട്ട ആളാണ് സ്റ്റാലിനെന്ന് അണ്ണാമലൈ കുറ്റപ്പെടുത്തി. സ്റ്റാലിന് 3 സ്കൂളുകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ 3 ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ സ്കൂളുകളിൽ 3 ഭാഷകൾ പഠിപ്പിക്കുന്നതിനെ എതിർക്കുകയാണ്. ആത്മവഞ്ചകൻ എന്നാണ് സ്റ്റാലിനെ മുദ്രകുത്തിയിരിക്കുന്നതെന്നും അണ്ണാമലൈ ചൂണ്ടിക്കാട്ടി. അതിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്താൻ അണ്ണാമലൈ ഡൽഹിയിലെത്തി. ജിഷ്ണു കൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, വിവരങ്ങൾ എന്താണ്? ത്രിഭാഷാ നയത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന, അനാവശ്യ തമിഴ് വാദം ഉയർത്തിക്കൊണ്ട് വിവാദമുണ്ടാക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനവും കൃത്യമായ മറുപടിയുമാണ് ബിജെപിയുടെ തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ നൽകിയിട്ടുള്ളത്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അണ്ണാമലൈ ഒന്നാം തരം തട്ടിപ്പുകാരനാണ് എന്ന ഭാഷയാണ് അണ്ണാമലൈ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് തമിഴ്നാട്ടിൽ നിരവധി സ്വകാര്യ സ്കൂളുകളുണ്ട്. അവിടെയും ത്രിഭാഷ, അതായത് ഈ 3 ഭാഷകൾ മാത്രമല്ല അതിൽ കൂടുതൽ ഭാഷകൾ പഠിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഭാഷാ പരിജ്ഞാനം നൽകുകയും ചെയ്യുന്ന സ്കൂളുകൾ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ ഇത്തരത്തിൽ മറ്റു ഭാഷകൾ പഠിപ്പിക്കേണ്ടതില്ല, തമിഴ് മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന സ്റ്റാലിന്റെയും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെയും തീരുമാനം വഞ്ചനാപരമാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് എന്നാണ് തമിഴ്നാട് ബിജെപിയുടെ അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ സർക്കാർ സ്കൂളുകളിൽ തമിഴ് മാത്രം പഠിപ്പിച്ചാൽ മതിയെന്ന തീരുമാനം സ്റ്റാലിൻ സർക്കാർ സ്വീകരിക്കുകയും ത്രിഭാഷാ നയത്തെ എതിർക്കുകയും അനാവശ്യമായൊരു തമിഴ് വാദം ഇതിൽ ഉന്നയിച്ചുകൊണ്ടൊരു തമിഴ് വികാരം ഉണ്ടാക്കാൻ സ്റ്റാലിനും DMK-യും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു ദേശീയ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള വലിയ ശ്രമം സ്റ്റാലിൻ നടത്തുന്നു. അതിന്റെ രൂക്ഷമായാണ് BJP വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ BJP ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇത്തരത്തിൽ തുടർച്ചയായി അനാവശ്യ തമിഴ് വാദവും ഭാഷാ വിവാദവും സ്റ്റാലിൻ ഉണ്ടാക്കുന്നത് എന്ന വിമർശനം BJP നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ അണ്ണാമലൈ ചൂണ്ടിക്കാട്ടിയത് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ തട്ടിപ്പുകാരനാണെന്നും ഭരണഘടനാ സംരക്ഷകനായി വേഷമിട്ട തട്ടിപ്പുകാരനാണ് M.K. സ്റ്റാലിൻ എന്നുള്ള കാര്യം അണ്ണാമലൈ ചൂണ്ടിക്കാട്ടിയതൊപ്പം സ്റ്റാലിനെതിരെ മറ്റൊരു രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ നടത്തിയിരുന്നു. സ്റ്റാലിന്റെ തമിഴ് വാദത്തിന് DMK-യുടെ തമിഴ് വാദം അപ്രസക്തവും കാപട്യവുമാണ്. അത്തരത്തിലുള്ളൊരു സ്നേഹം തമിഴിനോട് അല്ലെങ്കിൽ ഹിന്ദിയോടും മറ്റു ഭാഷകളോടും അത്ര എതിർപ്പ് ഈ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർക്കുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടാണ് തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്തുകൊണ്ട് പണം കണ്ടെത്തുന്നത്? അതായത് തമിഴ് സിനിമകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്തുകൊണ്ട് ആ സിനിമകൾ പ്രദർശിപ്പിച്ച് വലിയ രീതിയിൽ സാമ്പത്തിക ലാഭം തമിഴ് മേഖലയിൽ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിന്ദിയെ എതിർക്കുന്നവർ പണം ലഭിക്കുന്ന മേഖലയിൽ അക്കാര്യത്തെ എതിർക്കാത്തത്? അതുകൊണ്ട് തന്നെ സ്റ്റാലിന്റെ തമിഴ് വാദം കാപട്യമാണ് എന്നുള്ളത് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിൽ അനാവശ്യ തമിഴ് വാദം ഉയർത്തിക്കൊണ്ട് വിവാദം വരുത്തുന്ന സ്റ്റാലിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയാണ്. ഒപ്പം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ ഇപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം AIADMK നേതാക്കൾ എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വീണ്ടും സഖ്യത്തിനുള്ള വഴിയൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അണ്ണാമലൈ വീണ്ടും ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ശരി ജിഷ്ണു.